നമസ്കാരം. കേരളത്തിൽ ഭരണമാറ്റമുണ്ടായതിന് പിന്നാലെ സർക്കാർ സർവീസിലെ താൽക്കാലിക കരാർ നിയമനങ്ങളിൽ വൻ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നു. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണകാലത്ത് വിവിധ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നടന്ന പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കാനാണ് UDF അനുകൂല സർവീസ് സംഘടനകളുടെ നീക്കം. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലെ കരാർ ജീവനക്കാരുടെ രാഷ്ട്രീയ പശ്ചാത്തലം തിരിച്ചുള്ള കണക്കെടുപ്പ് കോൺഗ്രസ് സംഘടനകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരെ നീളുന്ന വിപുലമായ കണക്കെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. LDF സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്കാരെ തിരികെ കയറ്റിയെന്ന് ആരോപിക്കപ്പെടുന്ന തസ്തികകൾ കണ്ടെത്തി അവരെ പിരിച്ചുവിടാനാണ് ആദ്യ നീക്കം. DPI, ടൂറിസം, സാങ്കേതിക വിദ്യാഭ്യാസം, ആരോഗ്യം, റവന്യൂ തുടങ്ങിയ പ്രധാന വകുപ്പുകളിലെല്ലാം ഈ പരിശോധന പുരോഗമിക്കുകയാണ്. സർവീസിലെ ഇടതുപക്ഷ സ്വാധീനം അടിമുടി പിഴുതെറിയുകയാണ് പുതിയ ഭരണകൂടത്തിന്റെ ലക്ഷ്യം. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷ അനുകൂലികൾ വലിയ തോതിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് UDF സംഘടനകളുടെ വിലയിരുത്തൽ. ഓഫീസ് അറ്റൻഡന്റ് മുതൽ എഡിറ്റോറിയൽ അസിസ്റ്റന്റ് വരെയുള്ള തസ്തികകളിൽ കഴിഞ്ഞ ഭരണകാലത്ത് മാനദണ്ഡങ്ങൾ മറികടന്ന് നിയമനം നടന്നതായി ഇവർ ആരോപിക്കുന്നു. ഇത്തരക്കാരെ കണ്ടെത്തി സർക്കാർ അധികാരമേറ്റാലുടൻ പിരിച്ചുവിടൽ നടപടികളിലേക്ക് കടക്കും. കുടുംബശ്രീ മിഷനുകളിലാണ് ഇതിന്റെ ആദ്യ ചലനങ്ങൾ കണ്ടു തുടങ്ങിയത്. സംസ്ഥാന ജില്ലാ മിഷനുകളിലെ കരാർ ജീവനക്കാരുടെ കാലാവധി പുതുക്കുന്നത് മരവിപ്പിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉത്തരവിറക്കി കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഏറ്റവും വലിയ ശൃംഖലയായ കുടുംബശ്രീയിൽ നിന്ന് ഇടതുപക്ഷ പ്രവർത്തകരെ ഒഴിവാക്കി പകരം UDF അനുഭാവികളെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ തൊട്ടു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ നിയമിച്ച താൽക്കാലികക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരുന്നു. അന്ന് ഒഴിവ് വന്ന തസ്തികകളിൽ PSCക്ക് വിടാതെ തന്നെ പാർട്ടി താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് നിയമനം നടത്തിയെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. 10 വർഷമായി ഒരേ തസ്തികയിൽ തുടരുന്ന കരാർ ജീവനക്കാരെ വരെ ഇക്കുറി മാറ്റാനാണ് സംഘടനകളുടെ തീരുമാനം. ക്ലാർക്ക്, അക്കൗണ്ടന്റ്, ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിൽ ജോലി ചെയ്യുന്ന താൽക്കാലികക്കാർ സർക്കാരിന്റെ നയരൂപീകരണത്തെയും വിവരശേഖരണത്തെയും സ്വാധീനിക്കുന്നുണ്ടെന്നാണ് സർവീസ് സംഘടനകളുടെ കണ്ടെത്തൽ. ഈ ഇടതുവൽക്കരണം ഭരണനിർവഹണത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്നും അതിനാൽ ഇവരെ മാറ്റി നിർത്തണമെന്നുമാണ് ഹൈക്കമാൻഡിനോടും നേതാക്കളോടും സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇടതുപക്ഷ സംഘടനകളുടെ കരുത്തു ചോർത്തുന്നതിനായി പ്രധാന നേതാക്കളെ സ്ഥലം മാറ്റുന്ന നടപടികൾ പോലീസ്, റവന്യൂ വകുപ്പുകളിൽ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന് പിന്നാലെയാണ് കരാർ ജീവനക്കാരെ ലക്ഷ്യമിട്ടുള്ള അടുത്ത ഘട്ടം. സ്ഥിരം ജീവനക്കാരുടെ സംഘടനകളിൽ ഇടതുപക്ഷത്തിനുള്ള മേധാവിത്വം ഇല്ലാതാക്കാൻ താൽക്കാലിക നിയമനങ്ങളിലൂടെ പുതിയൊരു തൊഴിൽ സംസ്കാരം കൊണ്ടുവരാനും UDF ലക്ഷ്യമിടുന്നു. KSEB, KSRTC തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഈ കണക്കെടുപ്പ് നടക്കുന്നുണ്ട്. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ മുതൽ താഴെത്തട്ടിലുള്ള വാച്ച്മാൻ വരെ ഈ രാഷ്ട്രീയ പരിശോധനയുടെ പരിധിയിൽ വരും. UDF സർക്കാർ അധികാരമേറ്റാലുടൻ അഡ്ഹോക് കമ്മിറ്റികൾ രൂപീകരിച്ച് ഈ നിയമനങ്ങളുടെ നിയമസാധ്യത പരിശോധിക്കാനും നീക്കമുണ്ട്. ഇതിനിടെ ഭരണമാറ്റം ഉറപ്പായതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിച്ച സംഭവം വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ഇതിനിടയിൽ ഉന്നത വിദ്യാഭ്യാസം, മൃഗസംരക്ഷണം, പൊതുമരാമത്ത്, കൃഷി, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ വകുപ്പിലെ മന്ത്രിമാരുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റ് വളപ്പിന് പുറത്തെ അനക്സ് 2-ൽ നിന്നും ഫയലുകൾ കൂട്ടത്തോടെ സ്റ്റാഫുകൾ നീക്കം ചെയ്തതും വലിയ ചർച്ചയായിരുന്നു. ഇതിലെല്ലാം അന്വേഷണം ഉണ്ടാകുമെന്നാണ് വിവരം. ഈ ആവശ്യം ഉന്നയിച്ച് വിവിധ UDF അനുകൂല സർവീസ് സംഘടനകൾ പരാതി നൽകിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിക്കും വകുപ്പ് സെക്രട്ടറിമാർക്കുമാണ് ഫയൽ സൂക്ഷിക്കുന്നതിനുള്ള ചുമതല. സെക്രട്ടേറിയറ്റിലെ ഫയൽ നശിപ്പിക്കുന്നതിന് കൃത്യമായ നടപടിക്രമമുണ്ട്. ഓരോ ഫയലും എത്ര കാലം സൂക്ഷിക്കണമെന്ന സമയക്രമവും ചട്ടവുമുണ്ട്. ഇത് പാലിക്കാതെ ഭരണമൊഴിയും മുൻപ് കൂട്ടത്തോടെ ഫയൽ നശിപ്പിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംശയകരമാണ്. ചട്ടം പാലിച്ചാണോ ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിച്ചതെന്നതിനെക്കുറിച്ചായിരിക്കും അന്വേഷണം. സംസ്ഥാനത്ത് ഫയൽ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഫിസിക്കൽ ഫയൽ രൂപീകരിക്കുന്നതിന് നിയമ തടസ്സമില്ല. ഇത് മുതലെടുത്താണ് പാർട്ടി വ്യക്തി സ്വാധീനമുള്ള പ്രശ്നങ്ങളിൽ ഫിസിക്കൽ ഫയൽ സൃഷ്ടിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ വിവിധ വകുപ്പുകളിലെയും ആയിരക്കണക്കിന് ഫയലുകളാണ് ഷ്രെഡിംഗ് മെഷീനിലിട്ട് നുറുക്കി നശിപ്പിക്കുന്നത്.